നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്യൂച്ചറോളജി അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷ സംബന്ധമായി നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങൾക്കും ഡോക്ടർ ജയനാരായൺ ജി മറുപടി നൽകുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0471-326-9906, 0471-211-5464. ഇന്നത്തെ ആദ്യത്തെ കോളിലേക്ക് കടക്കാം. ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ഹലോ, ആരാണ്? ആരുടെ കാര്യമാണ് അറിയേണ്ടത്? ജനന തീയതി പറയൂ. 20/8/87. ജനിച്ച സമയം? 7:10. നക്ഷത്രം? നക്ഷത്രം തിരുവാതിര. എന്താണ് അറിയേണ്ടത്? സാറിനോട് ചോദിക്കാം. 20/8/87, 7:10 PM. അല്ല, 7:10 AM. ഇപ്പോൾ തിരുവാതിര നക്ഷത്രം ജാതകപ്രകാരം ഇപ്പോൾ 26 വയസ്സ് കഴിഞ്ഞു. ജാതകപ്രകാരം തിരുവാതിര നക്ഷത്ര ജാതകിക്ക് ഇപ്പോൾ ശനിദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനിദശ 2011 മാർച്ച് മാസം തൊട്ട് ശനിദശ ആരംഭിച്ചു. 2014 മാർച്ച് ആയപ്പോൾ ശനിയുടെ സ്വാപകാരകാലം തീർന്നു. ഇന്നിപ്പോൾ ബുധൻ്റെ അപകാരകാലം നടന്നുകൊണ്ടിരിക്കുക. 2016 നവംബർ മാസം 14 തീയതി വരെ ബുധൻ്റെ അപകാരകാലമാണ്. ഈ ബുധ അപകാരകാലം ജോലി ഉയർച്ച അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജോലിയിൽ പ്രമോഷൻ ലഭിക്കുക, അല്ലെങ്കിൽ തന്നെ വിവാഹം, അതുപോലെയുള്ള ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ സമയമാണ്. എങ്കിലും ശനിദശ ആയതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ശനി എന്ന് പറയുമ്പോൾ എപ്പോഴും നെഗറ്റീവ് എനർജിയുള്ള ഗ്രഹമാണ്. ശനിയാവട്ടെ ഇവരുടെ ജാതകപ്രകാരം 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാണ്. 4-ാം ഭാവത്തിൽ ശനി നിൽക്കുക എന്ന് പറഞ്ഞാൽ മനസ്സമാധാനം കുറയും. 4-ാം ഭാവം മാതൃസ്ഥാനമാണ്. മാതൃസൗഖ്യം കുറയുക, അതുപോലെ തന്നെ ഗ്രഹസൗഖ്യം കുറയുക, പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അത് മാത്രമല്ല, ഈ ജാതകപ്രകാരം സെമി കാളസർപ്പദോഷമുണ്ട്. ലൈറ്റായിട്ട് സർപ്പശാപവും ജാതകത്തിലുണ്ട്. ഈ കാളസർപ്പദോഷത്തിനൊരു പ്രത്യേകതയുള്ളത്, സർപ്പശാപം ഒരു ജാതകത്തിൽ വരിക എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങളെയും തടസ്സപ്പെടുത്തി കൊണ്ടുപോകും ഈ സർപ്പശാപം. പലതും കൈ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന വായി കിട്ടാത്ത അവസ്ഥ പോലെ ലാസ്റ്റ് മൊമെൻറ്റിൽ തടസ്സപ്പെടുത്തി കൊണ്ടുപോവുക അതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത്തിരി പരിഹാരം ഈ ജാതകയ്ക്ക് ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായിട്ട് ഒരു പ്രാവശ്യം ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി രാഹുകേതു പരിഹാര പൂജ ചെയ്യിക്കണം. അതേപോലെ തന്നെ ശനിക്ക് വേണ്ടി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുകയും ശനി വ്രതം നോക്കിക്കുകയും ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ 4 ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ജാതകമാണ് പ്രവിജ്യായോഗമുള്ള ജാതകം. പ്രവിജ്യായോഗം എന്ന് പറഞ്ഞാൽ ശരിക്കും സന്യാസ യോഗമാണ്. എന്ന് വെച്ചിട്ട് സന്യാസ വഴിയിലേക്ക് പോവും എന്ന അർത്ഥത്തിലല്ല. എങ്കിലും സാധാരണയായിട്ട് ശ്രദ്ധിക്കാന്ന് വെച്ചാൽ കല്യാണ ജീവിതത്തിൽ വളരെ സൂക്ഷിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ ഈ സന്യാസ യോഗമുള്ളവർക്ക് ഫാമിലി ലൈഫ് അത്ര കണ്ട് സക്സസ് ആയി പോകുന്നതായി കണ്ടിട്ടില്ല. അതുകൊണ്ട് വളരെ പൊരുത്ത ചിന്തനമൊക്കെ ചെയ്ത് വേണം വിവാഹാദി കാര്യങ്ങളുമായി മുന്നോട്ട് പോവേണ്ടത്. അപ്പോൾ അതിനൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച വ്രതത്തോടു കൂടി ഭഗവാന് കൂവാളമാല ചാർത്തുക. ഒരു ഉമാമഹേശ്വര യന്ത്രം പെട്ടെന്ന് കല്യാണം നടക്കാനും ഈ തടസ്സഭാവം മാറിക്കിട്ടാനായിട്ട് ശനീശ്വര യന്ത്രമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുക. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ദോഷഭാവം പെട്ടെന്ന് ശമിക്കുകയും അങ്ങോട്ട് ഐശ്വര്യപ്രദമായി തീരുകയും ചെയ്യും. വിളിച്ചതിൽ നന്ദി. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഇത് ഗീതു ആണ്. ആരുടെ കാര്യമാണ് അറിയേണ്ടത്? അമ്മയുടെ കാര്യമാണ്. ജനന തീയതി പറയൂ. 1961 ഏപ്രിൽ 30. 30/4/61. ജനിച്ച സമയം? 8:24 രാവിലെ. 8:24 AM. അതെ. നക്ഷത്രം? 30/4/61, 8:24 AM. നക്ഷത്രം? ചോതി നക്ഷത്രം. എന്താണ് അറിയേണ്ടത്? അമ്മയുടെ കാര്യങ്ങളാണ്. സാറിനോട് ചോദിക്കാം. ഇപ്പോൾ ചോദ്യ നക്ഷത്രം ഇപ്പോൾ അമ്മയ്ക്ക് 53 വയസ്സ് ആയി.
ജാതക പ്രകാരം ഇപ്പോൾ ചോതി നക്ഷത്ര ജാതകയ്ക്ക് ദശയൊക്കെ അനുകൂലപ്രദമായി വന്നിട്ടുണ്ട്. കാരണം ബുധദശ വന്നിട്ടുണ്ട് എങ്കിലും 2012 ജൂൺ മാസം തൊട്ട് ബുധദശ ആരംഭിച്ചു. 17 വർഷക്കാലമുണ്ട് ബുധൻ. 2029 ജൂൺ മാസം വരെ ബുധദശാകാലമുണ്ട്. അപ്പോൾ ഈ ബുധൻ്റെ ദശാകാലം കുറേ കുടുംബത്തിൽ ഐശ്വര്യപ്രദമായ അവസ്ഥകൾ ഉണ്ടാവുമെങ്കിലും അപ്പോൾ ബുധദശ വന്നെങ്കിലും ബുധൻ്റെ ഒരു ഫലവും ഇവർക്ക് ലഭിച്ചില്ല. അപ്പോൾ ഫലസിദ്ധി ലഭിക്കാത്തതിന് പ്രധാന കാരണം എന്താണ്? ചോതി നക്ഷത്രക്കാർക്ക് ഏഴാണ്ട് ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഏഴ് ശനിയുടെ ദോഷഭാവം നിൽക്കുന്നതിൻ്റെ പേരിൽ അമ്മയ്ക്ക് പലതരത്തിലുള്ള മാനസിക അസ്വസ്ഥത അനുഭവിക്കാതെ വരും. കാരണം ജന്മരാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് മാനസിക സംഘർഷം കൂടും. അപ്പോൾ കൂടെ ഉള്ളവരെ കൊണ്ട് മനോവിഷമം വരുമെന്നാണ്. കൂടെയുള്ള ആരാണ്? ഭർത്താവ്, മക്കള്, അവരെ കൊണ്ട് കൂടുതലായിട്ട് മാനസിക വിഷമം അനുഭവിക്കാതെ വരികയും അതുപോലെ പലതരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജാതകിക്കും ഉണ്ടാകാൻ ഇടവരുന്ന കാലയളവാണ്. അപ്പോൾ ഇത് ഈ നവംബർ മാസം 3-ാം തീയതി കഴിയുമ്പോൾ ജന്മരാശിയിൽ നിന്ന് മാറും. എങ്കിലും മൊത്തത്തിൽ 3 വർഷത്തോളം കാലയളവ് അമ്മയ്ക്ക് ഇനിയും ചീത്ത സമയമുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ബുധന് പ്രീതിപ്പെടുത്താനായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ഭഗവാന്റെ നടയിൽ പോയി അവിടെ അർച്ചനയും അതുപോലെ അവിടുത്തെ പൂജാതി കർമ്മങ്ങളിലും പങ്കുകൊള്ളുക. അതേപോലെ തന്നെ ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കുക, ശനി വ്രതം എടുക്കുക. അതേപോലെ വീട്ടിൽ തന്നെ നീരാഞ്ജനം കത്തിക്കാൻ കഴിയുമെങ്കിൽ കത്തിക്കുന്ന വളരെ ഉത്തമമാണ്. ജന്മത്തിൽ ശനി നിൽക്കുന്ന കാലയളവായതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്ത് പോകുമ്പോൾ ദോഷഭാവം കുറയും. അമ്മയുടെ ഭാഗ്യരത്നം പറഞ്ഞത് ഇന്ദ്രനീലമാണ്. അപ്പോൾ ഒരു ഇന്ദ്രനീലം കല്ല് കെട്ടിക്കൊടുക്കുന്നത് കുറേ ദോഷഭാവങ്ങൾ ശമിക്കുന്നതിന് സഹായിക്കും. ശരിയാണ്. വിളിച്ചതിൽ നന്ദി. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ആലോചന വിളിക്കായിരുന്നേ. ആരുടെ കാര്യമാണ് അറിയേണ്ടത്? ജനന തീയതി പറയൂ. 8/2/1990. 8/2/1990. 11:44. പകലാണോ രാത്രിയാണോ? 11:44 AM ആണോ PM ആണോ? രാത്രി PM. നക്ഷത്രം? പൂയം നക്ഷത്രം. എന്താണ് അറിയേണ്ടത്? ഇപ്പൊ നോക്കാം. പൂയ നക്ഷത്രം ആരുടെ കാര്യമാണ്? സഹോദരി. അപ്പോ പൂയ നക്ഷത്രം ഇപ്പോൾ 24 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ ജാതക പ്രകാരം 21 വയസ്സ് 11 മാസം തൊട്ട് ഇവർക്ക് കേതുദശ ആരംഭിച്ചിരിക്കുകയാണ്. കേതുദശ എന്ന് പറയുമ്പോൾ അത്ര കണ്ട് നല്ല ദശാനാഥനല്ല. കേതു ഈ ജാതക പ്രകാരം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ഇടവരുന്ന ദശാനാഥനാണ്. അപ്പോൾ കേതുദശ 21 വയസ്സ് 11 മാസം തൊട്ട് 7 വർഷക്കാലമുണ്ട്. അപ്പോൾ 28 വയസ്സ് 11 മാസം വരെയും കേതു ദശാകാലമുണ്ട്. അപ്പോൾ കേതുവിൻ്റെ ദശ ഇപ്പോൾ 24 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി 4 വർഷവും ശിഷ്ടവും കൂടി കേതുവിൻ്റെ ദശാകാലം ബാക്കിയുണ്ട്. കേതു ഏതുമില്ലാതെ വിഷമാവസ്ഥയെ കൊടുക്കുന്ന ദശാനാഥനാണ് കേതു. പലതരത്തിൽ മാനസിക സംഘർഷം ഉണ്ടാക്കുക, അപഖ്യാതിക്ക് പാത്രീഭവിക്കുക, ചെയ്യുന്ന പ്രവൃത്തിയിൽ തക്ക റിസൾട്ട് ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാവുക, ശാരീരിക വൈഷമ്യത്തെ കൊടുക്കുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ കൊടുക്കുന്ന സമയമാണ് കേതുവിൻ്റെ കാലയളവ്. അതുപോലെ ഈ കേതു ദശാകാലത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ ശ്രദ്ധാലുവായിരിക്കേണ്ടതുണ്ട്. അത് വിവാഹ കാര്യമാവട്ടെ ഏത് കാര്യത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാലും വളരെ ശ്രദ്ധിച്ച്. കാരണം പാവഗ്രഹം നിൽക്കുന്ന സമയത്ത് നെഗറ്റീവ് എനർജി ഉള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ കാര്യങ്ങൾ പലതും നെഗറ്റീവായി കലാശിക്കാനിടവരും. അതുപോലെ ഗണപതി ഹോമം തടസ്സം മാറിക്കിട്ടുന്നതിലേക്ക് വിഘ്നേശ്വര ഹോമം മുടങ്ങാതെ നടത്തുക. അതേപോലെ തന്നെ മഹാഗണപതി യന്ത്രം കുഞ്ഞിനെ ദേഹരക്ഷയായി കെട്ടിക്കൊടുക്കുക. ഇതൊക്കെ ദോഷങ്ങൾ ശമിക്കുന്നതിന് സഹായിക്കും. ശരി, വിളിച്ചതിൽ നന്ദി. സാർ, നമ്മൾ രേഖാശാസ്ത്രത്തിൽ നടുവിരലിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ എപ്പിസോഡിൽ മോതിരവിരലിനെ കുറിച്ചായിരിക്കുമല്ലോ. അതെ, മോതിരവിരൽ വളരെ പ്രാധാന്യമുള്ള വിരലാണ്. കാരണം ജ്യോതിഷ ശാസ്ത്രത്തിൽ മോതിരവിരലിൻ്റെ
പ്രാധാന്യം കൽപ്പിക്കുന്നത് പോലെ, രേഖാശാസ്ത്രത്തിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് പോലെ തന്നെ ജ്യോതിഷശാസ്ത്രത്തിൽ ശരിക്ക് സൂര്യൻ എന്ന് പറഞ്ഞാൽ ജ്യോതിഷ ദേവനാണ്. അപ്പോൾ ആ ജ്യോതിഷ ദേവൻ്റെ വിരലാണ് മോതിര വിരൽ. അത് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം മോതിരം അണിയണത് മോതിര വിരലിലാണ്. അതായത് നമ്മളെ ഏറ്റവും ചെറിയ വിരലിൻ്റെ തൊട്ടടുത്തുള്ള വിരലാണ് മോതിര വിരൽ. അതുകൊണ്ടാണ് റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ നടത്തുന്നവർ വേറെ ഒരു വിരലിലും ഇടത്തില്ല. കറക്റ്റ് മോതിര വിരലിലെ മോതിരം ഇടാറുള്ളൂ. കാരണം അത് സൂര്യവിരലാണ്, അത് പവിത്ര വിരലാണ്. ആ വിരലിൽ ഇടുക എന്ന് പറയുമ്പോൾ അത് വളരെ ദീർഘകാലം ഐശ്വര്യപ്രദമായി അത് നിലനിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ആ വിരലിന് തന്നെ നമ്മൾ മോതിരം ആവട്ടെ അതുപോലെ ഉള്ള പ്രാധാന്യം കൊടുക്കാൻ കാരണം. അത് സൂര്യൻ്റെ വിരലാണ്. ഈ വിരലിന് വളരെ പ്രാധാന്യം കൽപ്പിക്കാനുള്ള കാരണവും അത് പിതൃ വിരലായിട്ടും രേഖാശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അച്ഛൻ്റെ സ്ഥാനത്തെ അല്ലെങ്കിൽ പിതൃതുല്യരായവരെ, ഗുരുക്കന്മാരെ ഇവയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ആ വിരൽ. അപ്പം നമുക്ക് ഒരു വ്യക്തിയെ എടുത്താൽ അവൻ ഗുരുത്വമുള്ളവനാണോ, അവൻ ഈശ്വരാധീനമുള്ളവനാണോ, പിതൃഭക്തി ഉള്ളവനാണോ, വല്ല പിതൃകോപം അവന് വന്നിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് മോതിര വിരലിലൂടെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. പിതൃകോപം വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പല പിള്ളേർക്കുമൊക്കെ വരാറുണ്ട്. കാരണം മാതാപിതാക്കൾ ആണ് ഏറ്റവും വലിയ ദൈവം. കാരണം അമ്മ ദൈവമായിട്ടും അച്ഛൻ ഗുരുവായിട്ടുമാണ് സങ്കല്പിച്ചിട്ടുള്ളത്. അപ്പോൾ പിതൃ വിരലിൽ ഏതെങ്കിലും രീതിയിൽ ചുവന്ന പുള്ളി, അതായത് ചെറിയ കുത്ത് ചുവന്ന കളറിൽ കിടക്കുകയാണെങ്കിൽ അവൻ ഗുരുശാപം കിട്ടിയിട്ടുള്ളവനാണ്. ഗുരുശാപം വന്നുപോയാൽ എന്ത് ചെയ്യും? ഈശ്വരാധീനം എത്ര പ്രാർത്ഥിച്ചാലും തികയില്ല. പിതൃ കോപം വന്നുപോയി, പിതാവിൻ്റെ ശാപം കിട്ടി. പിതാവിൻ്റെ ശാപം എങ്ങനെ കിട്ടും? പിതാവിനെ അനുസരിക്കാതെയും പിതാവിനെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിക്കുകയും, അല്ലെങ്കിൽ ഗുരുക്കന്മാരെ, ഗുരു എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറിനായിട്ട് കാണരുത്. ഇന്ന് സാറന്മാരൊന്നും ഗുരുവായിട്ട് കാണാൻ കൊള്ളാവുന്നവരല്ല. അതുകൊണ്ട് അവരെന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് നമുക്ക് ശാപം വരും എന്നൊന്നും ചിന്തിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഗുരു എന്ന് പറയുമ്പോൾ നമ്മളെ മക്കളെപ്പോലെ, അല്ലെങ്കിൽ അവരെ പിതാവ് മക്കളെപ്പോലെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന അധ്യാപകനാണെങ്കിൽ അതിനെ നമുക്ക് ഗുരുസ്ഥാനികനായി കാണാം. അവരുടെ അപ്രീതി, നമ്മളിപ്പോൾ അവരെ അനുസരിക്കാതെ വരിക, അങ്ങനെ പല രീതിയിൽ അവരെ വേദനിപ്പിക്കാൻ, അവരെ മനോവേദനയാൽ ദൈവ കോപത്താൽ ഉണ്ടാകുന്നതാണ് ചുവന്ന പൊട്ട് അല്ലെങ്കിൽ ചുവന്ന പുള്ളി വരും. നമ്മൾ സൂക്ഷിച്ച പലപ്പോഴും ലെൻസൊക്കെ വെച്ച് സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാം ചെറിയ കുത്തുപോലെ ചുവന്ന പുള്ളി മണ്ഡലങ്ങളിലും കാണപ്പെടും. അങ്ങനെ കാണുകയാണെങ്കിൽ അവന് പിതൃദോഷം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? കൂടുതൽ ദൈവാധീനം കൂട്ടേണ്ടതുണ്ട്. ഒരുപാട് പരിഹാരങ്ങൾ അതിനു വേണ്ടി അങ്ങനെ കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും വലിയ ദോഷഭാവങ്ങൾ അല്ലെങ്കിൽ പിതൃദോഷങ്ങൾ അച്ഛൻ്റെ അമ്മയുടെയോ വഴിയിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയോ അടുത്തുനിന്ന് കിട്ടുന്ന ദോഷഭാവങ്ങൾ വളരെ അനുഭവിച്ചേ മാറുള്ളൂ എന്നാണ്. നമ്മൾ നിസ്സാരമായി കാണും എപ്പോഴും അച്ഛനെയും അമ്മയൊക്കെ. അവരെയൊക്കെ നിഷേധഭാവത്തിൽ പലപ്പോഴും പെരുമാറും. അവരിൽ നിന്ന് വളരെയേറെ അവരൊക്കെ വേദനയാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാതെ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ അച്ഛനും അമ്മയും നമ്മളെ കുറേ ശാസിച്ചതുകൊണ്ടോ നമ്മൾ അറിയാത്തത് നമ്മളെ ആരോപിക്കപ്പെട്ടതുകൊണ്ടോ ഒന്നും അവർക്ക് ശാപം വരത്തില്ല. അങ്ങനെ ശപിച്ച് ചില രക്ഷാകർത്താക്കളൊക്കെ ഉണ്ട്, മക്കളെ ചുമ്മാ അവരെ ഇഷ്ടത്തിനകത്ത് നിൽക്കാതെ എൻ്റെ പേരിൽ വഴക്ക് പറയുകയും ശപിക്കുകയൊക്കെ ചെയ്യും. അതൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ അത് വരും. അതുപോലെ കറുത്ത ഷെയ്ഡ് ആ വിരലിൽ വരും. അതും ദൈവാധീന കുറവിനെ സൂചിപ്പിക്കുന്നതാണ്. പലപ്പോഴും പരദേവത അപ്രീതിയുള്ളവർക്ക്, പരദേവത പണ്ട് നമ്മൾ നോക്കുമ്പോൾ പല കുടുംബങ്ങളിലും നമ്മൾ പ്രശ്നമൊക്കെ വെച്ച് നോക്കുമ്പോൾ പല കുടുംബങ്ങളിലും ദേവതാ ബന്ധം കാണും. കാരണം പണ്ടുള്ളവർ കുടുംബത്തിൽ ജീവിച്ചിരുന്ന, ഓരോ കുടുംബത്തിലും ഓരോ ആചാര്യന്മാരൊക്കെ ജീവിച്ചിരുന്നിട്ടുണ്ടാവാം, നമുക്കറിയില്ല. 7 തലമുറയ്ക്കോ അല്ലെങ്കിൽ പല നമ്മളൊന്നും അറിയാത്ത തലമുറയിൽ തന്നെ നമ്മളെ കുടുംബത്തിൽ വളരെ ശക്തരായിട്ടുള്ള ആൾക്കാർ ജീവിച്ചിരുന്നിട്ടുണ്ടാവാം. അവരെന്ത് ചെയ്യും? ഞാൻ ജനിച്ച എൻ്റെ തലമുറ അല്ലെങ്കിൽ എൻ്റെ ഇളം തലമുറ അടുത്ത് വരുന്ന കുട്ടികൾക്ക് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് അവർ ദേവത ആരാധന നടത്തുക, ഏതെങ്കിലും ദേവ ചൈതന്യത്തെ അവിടെ ആവാഹിച്ചിരുത്തി ആരാധന നടത്തും. അത് ദേവിയായിട്ടോ ദേവന്മാരായിട്ടോ ഒക്കെ ആരാധന നടത്തിപ്പോവും.
അടുത്ത് വരുന്ന പരിഷ്കാരികളായ മക്കൾ എന്ത് ചെയ്യും? അതിനെ ഒന്നും പരിപാലിക്കാതെ വരും. ചിലർക്ക് വിശ്വാസമില്ല എന്നുള്ള നിലയിൽ അതിനെയൊക്കെ വിറ്റ് കളയും. ചിലപ്പം വിശ്വാസി അല്ലാത്ത ഒരാളിന് വിറ്റ് കളയും. മറ്റേതെങ്കിലും സമുദായക്കാർക്ക് വിറ്റ് കളയും, മതത്തിലും ഉള്ളവർക്ക് വിറ്റ് കളയും. അവരിതൊന്നും നോക്കത്തില്ല. അവരിതൊക്കെ വെട്ടി അഴിച്ച് അതിനെയൊക്കെ നല്ല ഫ്ലാറ്റൊക്കെ വെച്ച് സുഖമായിട്ട് ജീവിക്കും. പക്ഷെ അവരെയൊന്നും ബാധിച്ചില്ലെങ്കിൽ പോലും ഈ ദോഷഭാവം വരും തലമുറയെ ബാധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് പരദേവത അപ്രീതി വരും. ആ പരദേവത അപ്രീതിയെ കാണിക്കുന്നതാണ് ആ വിരലിൽ കറുത്ത പുള്ളി കാണുന്നത്. അങ്ങനെ കറുത്ത പുള്ളി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ നിസ്സാര ഭാവത്തിൽ കാണരുത്. മറ്റൊന്ന്, കൊച്ചു കുട്ടികളുടെ കയ്യിൽ കറുത്ത പുള്ളി ആ വിരലിൽ വരികയാണെങ്കിൽ അത് പിതൃദോഷത്തെ സൂചിപ്പിക്കുന്നതാണ്. അച്ഛന് എന്തോ കഷ്ടത വരാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് തരുന്നതാണ്. അതുപോലെ മോതിര വിരലിലെ നഖത്തിൽ കറുത്ത പുള്ളി വരുന്നത് വളരെ ശ്രദ്ധിക്കണം. അത് പലതരത്തിലുള്ള മാനസിക അസ്വസ്ഥതയ്ക്കൊപ്പം തന്നെ അച്ഛനോ പിതാവിനോ പിതൃതുല്യരായവർക്കോ, പിതൃതുല്യരായവരാരൊക്കെയാണ്? അച്ഛൻ, അമ്മാവൻ, ഗുരുസ്ഥാനികർ, അതേപോലെ അച്ഛൻ്റെ മൂത്ത ഇളയത് അപ്പൂപ്പൻ, ഇവരെല്ലാം പിതൃതുല്യരായിട്ടുള്ളവരാണ്. അവർക്ക് എന്തെങ്കിലും അരിഷ്ടതയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ കറുത്ത ഷെയ്ഡ് വരുന്നതും പലതരത്തിലുള്ള വിഷമാവസ്ഥയും സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ വിരലിൽ വരുന്ന വെളുത്ത പുള്ളി അല്ലെങ്കിൽ ആ നഖത്തിൽ വരുന്ന വെളുത്ത പുള്ളി അല്ലെങ്കിൽ വെളുത്ത ഷെയ്ഡ് വരുന്നത് വളരെ ഐശ്വര്യ സൂചനയെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന ഒരാളാണ്, ശരിക്ക് അമ്പലത്തിലേക്ക് പോയി ശരിക്ക് പ്രാർത്ഥന നടത്തി പോകുമ്പോൾ കയ്യിൽ പെട്ടെന്ന് ആ വിരലിലോ അല്ലെങ്കിൽ നഖത്തിലോ വെളുത്ത പുള്ളി കാണുകയാണെങ്കിൽ നമ്മളെ പ്രാർത്ഥനയ്ക്ക് ശക്തി വന്നു തുടങ്ങി, ഞാൻ വിളിക്കുന്ന ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയി 3 ദിവസം പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം നമുക്ക് പെട്ടെന്ന് ദൈവാധീനം തെളിയണമെന്നില്ല. സർവ്വവ്യാപിയായ ഈശ്വരൻ ഇപ്പോൾ ലോക ജനങ്ങളെ മൊത്തം നോക്കുന്നവനാണ്, അല്ല നമ്മളെ മാത്രം നോക്കുന്ന ആളല്ല. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, എനിക്കത് വേണം, ഇത് വേണം, ഉടനെ ജോലി കിട്ടണം, നല്ല പൈസക്കാരനാവണം, എൻ്റെ മോളെ ഉടനെ നല്ലൊരു ഡോക്ടർ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകണം, കെട്ടുന്നവൻ വളരെ പൈസക്കാരനും കൂടി ആയിരിക്കണം, എൻ്റെ ഭർത്താവിന് വീട്ടിൻ്റെ അടുത്ത് തന്നെ ജോലി കിട്ടണം, അത് നല്ല കൈക്കൂലി കിട്ടുന്ന ജോലി ആയിരിക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ പോയി ദൈവത്തിൻ്റെ കൂടെ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആവശ്യപ്പെടാൻ നമുക്ക് അർഹതയില്ല. കാരണം എന്താണ്? നമുക്ക് ദൈവം എന്ത് തരുന്നതും നമുക്ക് തരുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ ദൈവം തരുന്ന ഓരോ ഗിഫ്റ്റ് നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടോ, നമുക്ക് ദൈവാധീനം ഉണ്ടോ എന്ന് നമ്മളെ കയ്യിൽ തന്നെ നോക്കിയിട്ട് വിരൽ നോക്കിയാൽ ആ വെളുത്ത പുള്ളിയോ അല്ലെങ്കിൽ നഖത്തിൽ വെളുത്ത പുള്ളിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരാധീനം തെളിഞ്ഞു നിൽപ്പുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കുന്നു, അതിൻ്റെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതാ സഫലീകരിക്കാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് തരുന്നത് തന്നെയാണ്. ഒരു കുട്ടിയുടെ കയ്യിലാണ് ഇങ്ങനെ കണ്ടാൽ പിതാവിന് ഐശ്വര്യത്തെ കൊടുക്കാനും പിതാവിന് ജോലിയില്ലായിരിക്കുന്നതാണെങ്കിൽ ജോലി കിട്ടും, അതുപോലെയുള്ള ഐശ്വര്യ സൂചകമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മോതിര വിരൽ എന്ന് പറഞ്ഞ് നിസ്സാര ഭാവത്തിൽ കാണരുത്. ആ വിരലിന് വളരെ മൂല്യമുള്ള ഒന്നാണ്. അത് നമ്മളെ കുടുംബവുമായും പാരമ്പര്യമായും ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്ന ഒരു വിരലായതുകൊണ്ട് അതിൽ വരുന്ന ഓരോ അടയാളങ്ങളും വളരെ സൂക്ഷിച്ച് അതിനെന്തെങ്കിലും നെഗറ്റീവായി കണ്ടാൽ, നെഗറ്റീവ് മീൻസ് കറുത്ത പുള്ളിയോ കറുത്ത ഷെയ്ഡോ ഒക്കെ കാണുകയാണെങ്കിൽ അത് ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം എന്ത് പ്രതിവിധി, എന്ത് ദേവതാ ദോഷമാണ് എനിക്കുള്ളത് എന്ന് മനസ്സിലാക്കി അതിനെ പ്രായശ്ചിത്തം ചെയ്ത് മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം മാറ്റി പോകുന്നത് നന്നായിരിക്കും. സർ, നമുക്ക് പല ദോഷങ്ങൾക്കും യന്ത്രങ്ങൾ ധരിക്കാവുന്നതാണ്. അപ്പം യന്ത്രങ്ങൾ ധരിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എത്ര കാലം ഒരു യന്ത്രം എത്ര കാലം നമുക്ക് ധരിക്കാം? അതുപോലെ എന്തൊക്കെ ദോഷങ്ങൾക്കാണ് നമുക്ക് യന്ത്രങ്ങൾ ധരിക്കാൻ പറ്റുന്നത്? യന്ത്രങ്ങൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. കാരണം പല ആളുകളിലും നമ്മൾ കാണാറുണ്ട് വളരെ ചെറുപ്പത്തിലെ ഇട്ടിട്ടുള്ള യന്ത്രം സ്ഥിരമായി ധരിച്ച് വയസ്സ് 10, 30, 35 ഒക്കെ ആയാലും ആ യന്ത്രം മാറ്റാതെ പോണവർ കണ്ടിട്ടുണ്ട്. ഞാൻ പഠിത്തത്തിന് മോശമായിരുന്ന സമയത്ത് അമ്മ കൊണ്ടുവന്ന് ഇട്ടുതന്ന യന്ത്രമാണ്. ഇപ്പം വയസ്സ് അടുത്ത എൻ്റെ മോക്ക് യന്ത്രത്തിന് കെട്ടാൻ വന്നപ്പോഴാണ് അത് കാണിക്കുന്നത് തന്നെ. അപ്പം ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ യന്ത്രത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് യന്ത്രത്തിന് എല്ലാ യന്ത്രങ്ങൾക്കും ജീവിതകാലം മുഴുവനും ധരിക്കത്തക്ക ഒരു യന്ത്രം ഇല്ല. നമുക്ക് വീട്ടിൽ വെച്ച് ആരാധന നടത്തത്തക്ക യന്ത്രങ്ങളുണ്ട്.
അല്ലാതെ യന്ത്രങ്ങൾ ഓരോ തകിടിൽ എഴുതുന്ന യന്ത്രങ്ങൾക്കനുസരിച്ച് കാലദൈർഘ്യം വരും എന്നുള്ളത് ഒഴിച്ച് അത് ജീവിതകാലം മുഴുവനും നല്ല അർത്ഥം. ഉദാഹരണം, ഇപ്പോൾ ചെമ്പ് തകിട്, നാഗത്തകിടിൽ യന്ത്രം തയ്യാറാക്കി വച്ചാൽ അതിന് 3 വർഷം ആയുസ്സുണ്ടെന്നാണ്. 3 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ശക്തി ക്ഷയിക്കും. വെള്ളിത്തകിടിലാണ് ഒരു യന്ത്രം തയ്യാറാക്കി സാധാരണ ആയിട്ട് എല്ലാവരും, അതായത് ഒരു ചെറിയ ശതമാനം കാര്യം മാത്രമേ അല്ലാതെ ഇതിട്ടിടുന്നത്, സാധാരണയായിട്ട് ഇടുന്നത് വെള്ളിത്തകിട് തന്നെയാണ്. കൂട് മാത്രമേ സ്വർണ്ണമായിരിക്കത്തുള്ളൂ, അകത്തിടുന്ന തകിട് വെള്ളിയായിരിക്കും. വെള്ളിത്തകിടിൽ തയ്യാറാക്കി യന്ത്രം ധരിച്ചാൽ 6 വർഷക്കാലമാണ് അതിന് ആയുസ്സുള്ളത്. സ്വർണ്ണത്തകിട് അരച്ച് നമ്മൾ വെള്ളി തകിട് പോലെ അതിൽ തന്നെ യന്ത്രവും മന്ത്രവും ഒക്കെ നിറച്ച് പൂജിച്ച് ധരിച്ചാൽ 9 വർഷക്കാലം അതിൻ്റെ ശക്തി നിൽക്കും. മറ്റ് ഒരു തകിടും കൂടി ശക്തമായിട്ടുള്ളതുണ്ട്, പഞ്ചലോക തകിട്. 5 ലോഹങ്ങൾ ചേർത്ത് അരച്ച് തകിടുണ്ടാക്കി ആ തകിടിൽ യന്ത്രധാരണം ചെയ്താൽ അതിനാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്. സ്വർണത്തേക്കാൾ 12 വർഷക്കാലം അത് ശക്തമായി നിൽക്കുമെന്നാണ്. അപ്പോൾ പഞ്ചലോകം, അതുകൊണ്ടാണ് പഞ്ചലോക വിഗ്രഹങ്ങൾക്ക് വളരെയേറെ ശക്തിയുണ്ട്. പണ്ട് ഉള്ളവരെല്ലാം പഞ്ചലോകത്തിലാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. പഞ്ചലോകത്തിൽ വിഗ്രഹം ഉണ്ടാക്കുന്ന വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് സാധാരണ ക്ഷേത്രങ്ങൾക്ക് പറ്റത്തില്ല. ഇപ്പോൾ പണ്ടുള്ള അമ്പലങ്ങളിലെല്ലാം ഇരിക്കുന്ന വിഗ്രഹങ്ങൾ നല്ലൊരു ശതമാനവും പഞ്ചലോക വിഗ്രഹങ്ങളാണ്. അതിന് കാരണവും അതിനത്രയും പവർ കൂടുതലാണ്, പോസിറ്റീവ് എനർജി കൂടുതലാണ്. അപ്പോൾ 5 ലോകത്തിൽ തയ്യാറാക്കി ഒരു യന്ത്രം ധരിച്ചാലോ അത് ശക്തമായി നിൽക്കും. 12 വർഷക്കാലം അവരെ ആ ദേവൻ ആ യന്ത്രത്തിൽ ഇരുന്നു കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ്. അപ്പോൾ യന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തകിടിലേക്ക് ഒരു ദേവനെ, ആ ദേവൻ്റെ ഹൃദയമാണ് യന്ത്രം. ആ വൃത്തവും അതിലുണ്ടാകുന്ന ഓരോ ചിഹ്നങ്ങളും ദേവൻ്റെ ഓരോ ഇരിപ്പിടങ്ങളാണ്. അതിലേക്ക് ആവാഹിച്ച് യഥാവിധി മന്ത്രം നിറച്ച് ശരിക്ക് ആ ആളിൻ്റെ നാളും പേരും വച്ച് പൂജ ചെയ്ത് ആ ദേവനെ അവർക്ക് ഒപ്പം ആ ചൈതന്യത്തെ കൂട്ടിവിടുന്നതാണ് ഒരു ദേഹരക്ഷ. എല്ലാവരും ദേഹരക്ഷ ധരിക്കുമെങ്കിലും ആ ദേഹരക്ഷ ധരിക്കുന്നവർ മനസ്സിലാക്കുക, എൻ്റെ കൂടെ ഒരു ദേവൻ എനിക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ദോഷപ്രവൃത്തികൾ ചെയ്താലും അത് ഇട്ടുകൊണ്ട് ചെയ്താലും ഈ ദേവൻ കാണുന്നുണ്ട്, അതിന് നമുക്ക് തിരിച്ചടി കിട്ടും എന്ന് മനസ്സിലാക്കുക. യന്ത്രങ്ങളിൽ സാധാരണയായിട്ട് ധനാകർഷണ യന്ത്രം, ഇപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും കെട്ടിക്കൊടുക്കുന്ന ഒരു യന്ത്രമാണ്, അത് മഹാദേവനാണ്. ധനാകർഷണ യന്ത്രം 2-3 രീതിയിലുണ്ട്. കുബേര യന്ത്രമുണ്ട്, മഹാലക്ഷ്മി യന്ത്രമുണ്ട്, അതുപോലെ തന്നെ ധനാകർഷണ ഭൈരവ യന്ത്രം, ശിവയന്ത്രമുണ്ട്. ഈ യന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയോട് പോകുന്ന ഒരു വ്യക്തിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. പക്ഷെ പൈസ വരുമ്പോൾ എന്ത് ചെയ്യും? യവനീ പൈസ ദുർവ്യയം ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലായിക്കൊള്ളുക. എങ്കിൽ നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളെ തലമുറയ്ക്ക് സാമ്പത്തിക തകർച്ചയുണ്ടാവും, അതിന് ഒരു സംശയം വേണ്ട. ദൈവം നമുക്ക് ഒരു കൂട്ടിനായിട്ട് തന്ന് നിങ്ങൾക്ക് തരുന്ന സമ്പത്തിനെ നിങ്ങൾ ദുർവ്യയം ചെയ്യുക. ദുർവ്യയം ചെയ്യുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ദുർമാർഗത്തിൽ സഞ്ചരിച്ച് പൈസ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സമ്പത്തില്ലാതെ ബുദ്ധിമുട്ടാൻ ഇടവരികയും ചെയ്യും. അപ്പോൾ യന്ത്രം ധരിക്കുമ്പോൾ ആ യന്ത്ര ഫലസിദ്ധി ലഭിച്ചാൽ ആ ഫലസിദ്ധിയെ നമുക്ക് ദൈവം തന്നതാണ് എന്ന് കിട്ടിയ വരദാനമായിട്ട് കണ്ട് അതിനെ സംരക്ഷിച്ച് കൊണ്ടുപോകാത്ത ഒരാളിന് അത് നിലനിൽക്കത്തില്ല. എല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് യന്ത്രം ധരിക്കും. എല്ലാത്തിനും യന്ത്രങ്ങളുണ്ട്. യന്ത്രം ഞാൻ പറഞ്ഞു നേരത്തെ ഓരോ ദേവതയുടെ സഹായമാണ്. ഒരു അസുഖം ബാധിച്ചിരിക്കുന്ന ആളിന് അസുഖത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ശരിക്കും മൃത്യുഞ്ജയ യന്ത്രമോ ധന്വന്തരി യന്ത്രമോ ഒക്കെ കെട്ടിയിട്ട് കൊടുക്കും. അപ്പോൾ ധന്വന്തരി മൂർത്തി ഭഗവാനാണ്, ശരിക്കും മഹാവിഷ്ണുവിൻ്റെ യന്ത്രമാണ്. ധന്വന്തരി ആണ് ആയുർവേദത്തിൻ്റെ ദേവനും. അദ്ദേഹം ഭക്തന് വേണ്ടിയിട്ട് രൂപമെടുത്ത് വന്നതാണ് ചികിത്സ ചെയ്യാൻ. ആ രൂപത്തിലുള്ള എന്തെങ്കിലും യാതൊരു മാരക രോഗത്തെയും ശമിപ്പിക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഇങ്ങനെ യന്ത്രം ധരിച്ചാൽ അത് അവന് ആ അസുഖമൊക്കെ മാറി. എനിക്ക് മാരകമായ രോഗം ഉണ്ടായിരുന്നു, അതിൽ നിന്നെല്ലാം ഞാൻ മുക്തനായി. അതുകൊണ്ട് പിന്നെ അവൻ ദൈവനിന്ദയൊക്കെ ആയി. പിന്നെ ദൈവം ഇല്ലെന്ന് പറയും. ദൈവത്തിന് അത്യാവശ്യത്തിന് വിളിക്കുകയും അല്ലാത്ത സമയത്ത് വിളിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് കൂടുതലായിട്ടുള്ളത്. ഒരാളുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ടി വിയിലൊക്കെ നമ്മൾ
ഓരോരുത്തർക്ക് കഷ്ടകാല സമയം വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കഷ്ടകാലമാണ്, ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്ന ദോഷമുണ്ട്, ഇന്ന കൂറുകാർക്ക് ഇന്ന ദോഷമുണ്ട്, ഇത് കേട്ടിട്ട് നേരെ അമ്പലത്തിൽ പോവും. അങ്ങനെ അമ്പലത്തിൽ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിക്കേണ്ട സാധനമല്ല ദൈവം. നമുക്ക് സുഖത്തിലും ദുഃഖത്തിലും ഈശ്വരൻ്റെ പ്രസാദം വേണം. അപ്പോൾ ഈശ്വരനെ പ്രാപ്തമാക്കണം. അതിന് സുഖത്തിൽ വിളിക്കുന്നവന് ദുഃഖം വരുമ്പോൾ ദൈവ സാമീപ്യം ഉണ്ടാവും. ദുഃഖത്തിൽ മാത്രം വിളിക്കാൻ പോകും, സുഖത്തിൽ ദൈവം നിന്ന പറഞ്ഞ് നടക്കും. ഒരു മനുഷ്യർക്കും ഈശ്വരനെ വിളിക്കാതെ എത്ര ഈശ്വരൻ എന്ന് പറയുന്ന ആളിനും ദൈവത്തെ വിളിക്കുക. ഒരു തൊട്ടാവാടി മുള്ള്, ഏറ്റവും ചെറിയ മുള്ളാണ് തൊട്ടാൽ വാടിയുടെ മുള്ള്. അത് കൊണ്ടാൽ അയ്യോ എന്ന് വിളിക്കും. അയ്യോ എന്ന് പറഞ്ഞാൽ, അയ്യൻ എന്ന് പറഞ്ഞാൽ കടവുളാണ്. തമിഴ് ശാസ്ത്രത്തിൽ പറയുന്നത് കടവുള്, അയ്യൻ, ഈശ്വരൻ. അപ്പോൾ അവൻ വിളിക്കുകയാണ് അയ്യോ എന്ന്. അവൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവീയ ശക്തി അറിയാതെ അവനെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. എൻ്റെ അയ്യോ അയ്യോ എന്ന് നിലവിളിക്കും. അപ്പോൾ ഇത് എല്ലാ വ്യക്തികളും വിളിക്കും. ഒരു വാക്കില്ല ഒരു അടി കിട്ടിയാൽ മതി. അപ്പോൾ ഒരു വാക്കില്ല നമ്മൾ കാലിയെട്ടി വീണാൽ മതി. ഇവിടെ എപ്പോഴും നമുക്ക് നിലവിളിക്കും. അതിന് ഈശ്വരാംശം അവരവരിൽ നിൽക്കുന്നു എന്നാണ്. അതിന് ഞാൻ ദൈവത്തിനെ വിളിക്കാത്തവനാണെങ്കിലും വിളിക്കും. അപ്പോൾ നമുക്ക് ഈശ്വര ചൈതന്യം കൂടണം. അതിന് ഏറ്റവും സഹായിക്കുന്ന ഒരു മാർഗം തന്നെയാണ് ദേഹരക്ഷകൾ. അപ്പോൾ ദേഹരക്ഷ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 4 ടൈപ്പ് തകിടിലാണ് നമുക്ക്. സാധാരണ സ്വർണ്ണ തകിടിലോ പഞ്ചലോഹ തകിടിലോ എല്ലാവർക്കും ധരിക്കാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ആയിരിക്കുമ്പോഴാണ് ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോവുകയും ഇതൊക്കെ ഇങ്ങനത്തുള്ള പ്രതിവിധികൾ ചെയ്യാൻ പോണതും 99% പേരും കഷ്ടകാലം വരുമ്പോഴാണ്. നല്ല സമയത്ത് അവർ ഒരിടത്തും പോകത്തില്ല. വലിയ ഒരു സാമ്പത്തിക പരാധീനതയിൽ പെട്ടതിന് ശേഷമാണ് എൻ്റെ സമയം ഇനി എങ്ങനെയെന്ന് നോക്കാം. പക്ഷെ പല വളരെ സമ്പത്തിന് ഉടമയായിട്ടുള്ളവർ, പ്രത്യേകിച്ച് ഇപ്പോൾ അംബാനി അടക്കമുള്ളവർ ഒരു ജോത്സ്യനെ വച്ചിട്ടുണ്ട് അവർ ശമ്പളത്തിൽ. അപ്പോൾ അവർ ഓരോ പ്രോജക്റ്റ് ചെയ്യാൻ പോകുമ്പോഴും അവർ നോക്കും, ഇത് ചെയ്യണോ, ഇതിൽ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞാൽ ചെയ്യാവോ എന്ന് നോക്കും. നമ്മളങ്ങനെയല്ല. നമ്മൾ എടുത്തു ചാടി ഓരോന്ന് ചെയ്യും. ചെന്ന് കുഴിക്കകത്ത് വീഴുന്നതിന് ശേഷം നമുക്ക് എണീക്കാൻ പറ്റാതെ വരുമ്പോൾ പോകും ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് എന്താണ് നമുക്ക് ഇപ്പോഴത്തെ സമയം. അപ്പോൾ പിന്നെ അവന് ഒരു പരിഹാരം ചെയ്യാനുള്ള നിവൃത്തി പോലും ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലാവാതെ എപ്പോഴും ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്ക് മുന്നേ കൂട്ടി ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള പ്രതിവിധി തേടി നമ്മളെ ജീവിതം വളരെ സുഖകരമാക്കി മാറ്റാൻ. ഇതിൽ എവിടെയെങ്കിലും വൈതരണിയുണ്ടോ? എന്താണ് പ്രവചനം എന്ന് പറഞ്ഞാൽ? എന്താണ്? നാളെ വരാൻ പോണ കാര്യം ഇന്നേ അറിഞ്ഞിട്ട് നമുക്കതിനെ പ്രതിവിധി ചെയ്ത് പോവാം. അതിനൊരു കുട എന്ന് പറയുന്നത് എന്താണ്? ഒരു മഴ പെയ്യും എന്ന് അറിഞ്ഞാൽ രാവിലെ ഒരു കുടയുമായിട്ട് പോവാം. അറിഞ്ഞാലേ നിങ്ങൾക്ക് കുട കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനൊരു മുൻകരുതൽ എന്നോണം അസ്ട്രോളജിയിൽ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ മഹാമഹർഷിവര്യന്മാർ അനുശാസിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ യഥാവിധി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്കും എത്ര മാരകമായ ദോഷങ്ങളിൽ നിന്നും അവനെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ളതിന് സംശയം വേണ്ട. ഇനി ഒന്നും വരാതെ ആർക്കും പോകാൻ പറ്റത്തില്ല. വലുതായിട്ട് വരുന്ന എല്ലാം ലഘൂകരിച്ച് നമുക്കതിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സഹായിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഇങ്ങനെ സഹായകരമായി തീരുന്ന ഒന്നാണ് ദേഹരക്ഷകൾ, യന്ത്രങ്ങൾ. അത് വീട്ടിൽ വെച്ച് ആരാധിക്കുന്നതാവട്ടെ, ദേഹരക്ഷയായി ധരിക്കുന്നതാവട്ടെ, ഏതൊരു വ്യക്തിയും അവരുടെ സമയത്തെ ആസ്പദമാക്കി അവർക്കിപ്പോൾ ആരുടെ സഹായമാണ് വേണ്ടത്, ഏത് ദേവതയാണ് എനിക്കിപ്പോൾ സഹായത്തിന് നിൽക്കേണ്ടത്, ആ ദേവതയുടെ യന്ത്രം കെട്ടിയിടുകയാണെങ്കിൽ, ധനത്തിനാണെങ്കിൽ ധനാകർഷണ യന്ത്രം, ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ധന്വന്തരി യന്ത്രമോ, അതേപോലെ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാതിരിക്കുന്നവർക്ക് വിദ്യായന്ത്രം, ജോലി ലഭിക്കാതിരിക്കുന്നവർക്കാണെങ്കിൽ അതിനനുസരിച്ച് അവരുടെ സമയത്തെ ആസ്പദമാക്കി ഇടുകയാണെങ്കിൽ അത് 100% പ്രവർത്തിക്കും. ഒന്ന് മനസ്സിലാക്കുക, നമ്മളെ കൂടെ ഒരു ദേവൻ കൂടെയുണ്ട് എന്ന ചിന്താഗതി നിങ്ങൾക്കുണ്ടാവണം. ദൈവം നിന്നാൽ പാടില്ല. നമുക്ക് പ്രാർത്ഥനയാൽ കിട്ടിയ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രാർത്ഥനയാൽ കിട്ടിയ ഒരു ഫലത്തെ വച്ച് നമ്മൾ ദുർവിനിയോഗം ചെയ്യാതെ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ദോഷപ്രദമായി തീരുകയും ചെയ്യും. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ഹലോ, ആരാണ്? വിളിക്കുന്നത്. ആരുടെ കാര്യമാണ് അറിയേണ്ടത്? സഹോദരന്റെ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാ. ജനന തീയതി പറയൂ. 31/1/1989. 31/1/89. അതെ. ജനിച്ച സമയം 5:55 PM. 5:55 PM. നക്ഷത്രം അനിഴം നക്ഷത്രം. എന്താണ് അറിയേണ്ടത്? ജോലിക്കാര്യം, പിന്നെ വിവാഹം. സാറിനോട് ചോദിക്കാം. നോക്കാം. 25 വയസ്സ് 2 മാസവുമായി. ഇദ്ദേഹത്തിൻ്റെ ജാതക പ്രകാരം അനിഴ നക്ഷത്രം. അനിഴ നക്ഷത്ര ജാതകന് ഇപ്പോൾ 17 വയസ്സ് 10 മാസം തൊട്ട് ബുധദശ ആരംഭിച്ചു. 34 വയസ്സ് 10 മാസം വരെയും ബുധദശ തന്നെയാണ്. ബുധദശ വളരെ ഐശ്വര്യത്തെയും ഉയർച്ചയെയും പ്രദാനം ചെയ്ത് തരുമെങ്കിലും
ബുധൻ്റെ ദശാകാലം വളരെ ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം സൗഖ്യപ്രദമാണെങ്കിൽ പോലും ഇപ്പോൾ സമയം വളരെ കടന്നു പോവുകയാണ്. അനിഴ നക്ഷത്രം, അതായത് വൃശ്ചിക രാശിയിൽ ജനിച്ചവർക്ക് ഇപ്പോൾ 7യുടെ ശനി ശക്തമായി പിടിച്ചിരിക്കുന്ന കാലയളവാണ്. മാത്രമല്ല അവർക്കിപ്പോൾ വ്യാഴം അഷ്ടമരാശിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന കാലയളവാണ്. അഷ്ടമരാശിയിൽ നിന്ന് വ്യാഴം ഈ ജൂൺ 19-ാം തീയതി മാറും. നവംബർ മാസം 3-ാം തീയതി ആകുമ്പോൾ 7യുടെ ശനിയുടെ ആദ്യ ഘട്ടം തീരും. കാരണം 3 ഘട്ടങ്ങളായിട്ടാണ് 7യുടെ ശനിയെ തിരിച്ചിരിക്കുന്നത്. ശരിക്ക് 12-ാം രാശി, ജന്മം, 2-ാം ഭാവം. അപ്പോൾ 12 നിൽക്കുന്ന സമയമാണ് ഏറ്റവും മോശപ്പെട്ട സമയം. അപ്പോൾ ഈ 12 നിന്ന് ശനി മാറുന്നതോടുകൂടി തന്നെ ഇദ്ദേഹത്തിന് ജോലി ലഭിക്കും. നവംബർ 3-ാം തീയതിക്ക് ശേഷം നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഇടവരും. അപ്പോൾ നല്ല ജോലി യോഗമുള്ള ജാതകമാണ്. അപ്പോൾ വിവാഹാദി കാര്യങ്ങൾക്കും നമുക്ക് ഈ 2015 നോക്കാവുന്നതാണ്. കാരണം 2014 വിവാഹത്തിന് ഇദ്ദേഹത്തിന് അനുകൂലപ്രദമല്ല. 2015 വളരെ അനുകൂലപ്രദമായ സമയമാണ്. ആ സമയത്തോട്ട് വിവാഹാദി കാര്യങ്ങൾക്കും ആദ്യം ജോലി കിട്ടും. ഈ വർഷത്തിൽ തന്നെ ജോലി കിട്ടും. 2015 വിവാഹത്തിനും നോക്കാവുന്നതേ ഉള്ളൂ. ശരിയാണ്. വിളിച്ചതിൽ നന്ദി. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ആരാണ്? ആരുടെ കാര്യമാണ് അറിയേണ്ടത്? ജനന തീയതി പറയൂ. 16/11/2010. 16/11/2010. വെളുപ്പിന് 3:49. 3:49 AM. നക്ഷത്രം പൂരുരുട്ടാതി. പൂരുരുട്ടാതി നക്ഷത്രം. 3:49 AM അല്ലേ? എന്താണ് അറിയേണ്ടത്? ഭാവികാര്യങ്ങളെ കുറിച്ച് സാറിനോട് ചോദിക്കാം. ഇപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രത്തിലാണ് കുഞ്ഞിൻ്റെ ജനനം. കുഞ്ഞിനിപ്പോൾ 3 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ 3.5 വയസ്സിലേക്ക് പ്രവേശിച്ചു. കുഞ്ഞിൻ്റെ ജാതകപ്രകാരം ജനിച്ചിരിക്കുന്നത് തന്നെ വ്യാഴദശയിലാണ്. വ്യാഴദശയിൽ ഒരു കുഞ്ഞിൻ്റെ ജനനം വരിക എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ സമയം മാതാപിതാക്കൾക്ക് ബാധിക്കുമെന്നാണ്. അപ്പോൾ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും എത്ര കണ്ട് കഷ്ടകാലം നിൽക്കുന്ന സമയമായിക്കോട്ടെ, ഈ കുഞ്ഞിൻ്റെ ജനനം കൊണ്ട് അവരുടെ കഷ്ടപ്പാടിന് ശമനം ഉണ്ടാവും. കാരണം ഇവിടെ വ്യാഴം നല്ല വ്യാഴമാണ്. ഗജകേസരി യോഗത്തോട് നിൽക്കുന്ന വ്യാഴമാണ്. ഗജകേസരി യോഗത്തോട് ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ജനനം കൊണ്ട് മാതാപിതാക്കൾക്ക് ഐശ്വര്യത്തെ കൊടുക്കും. അത് മാത്രമല്ല, കുഞ്ഞിനെ സംബന്ധിച്ചോളം അവൻ ബുധലഗ്നത്തിൽ ജനിച്ചവനാണ്. ബുധൻ്റെ വീട്ടിലാണ് ജനനം. ഓരോ ഗ്രഹത്തിൻ്റെ വീട്ടിലാണ് ഓരോ വ്യക്തികളും ജനിക്കാറുള്ളത്. ബുധൻ്റെ വീട്ടിൽ ജനിച്ചവൻ ബുദ്ധിയുള്ളവനും വിദ്യാഭ്യാസപരമായിട്ട് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവനും അതേപോലെ തന്നെ അവൻ മറ്റ് വ്യക്തികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നവനായും തീരും. തൻ്റെ അറിവ് പകർന്നു കൊടുക്കുന്നവനായി തീരും. അപ്പോൾ സാധാരണയായിട്ടോ അങ്ങനെയുള്ള സാധാരണ ഡോക്ടേഴ്സ്, അതുപോലെ ഹൈ ഓഫീസേഴ്സ്, അഡ്വക്കേറ്റ്സ്, ചാർട്ടേഡ് അക്കൗണ്ട് അതേപോലെ ഉള്ള നിലകളിൽ അവൻ ശോഭിക്കുകയും ചെയ്യും. ഗജകേസരി യോഗം ഉള്ളതിൻ്റെ പേരിൽ സ്വന്തം പ്രയത്നത്താൽ തന്നെ ഒന്നിലധികം വീടും വാഹനവും കീഴ് ജീവനക്കാരോട് കൂടി ദീർഘകാലം വസിക്കാൻ ഇടവരികയും ചെയ്യും. ഈ കുഞ്ഞിൻ്റെ ജാതകപ്രകാരം തന്നെ 11 വയസ്സ് 6 മാസം വരെ വ്യാഴദശയുണ്ട്. ഈ വ്യാഴദശാകാലത്ത് മാതാപിതാക്കൾക്ക് വീട് വച്ചിട്ടില്ലാത്തവരാണെങ്കിൽ വീട് വയ്ക്കും. ചിലപ്പോൾ വീടുള്ളവർക്ക് തന്നെ മറ്റൊരു വീടും കൂടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ വസ്തുവെങ്കിലും കുഞ്ഞിൻ്റെ സമയം കൊണ്ട് നിങ്ങൾക്ക് വന്നിരിക്കും. ഈ 3 വയസ്സ് 3.5 വയസ്സിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഫലമായി. ഇല്ലെങ്കിൽ ഈ 11 വയസ്സ് 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വീട് വന്നു ചേരും. അതേപോലെ നൂതന വാഹനം, പുതിയ വാഹനം വാങ്ങാൻ ഇടവരും. നമുക്ക് പഴയ വല്ല വണ്ടിയൊക്കെ ഉണ്ട്, അതൊന്നുമല്ല, പുതിയ വാഹനത്തിന് ഇടവരും. അങ്ങനെ മാതാപിതാക്കൾക്ക് ജോലി ഇല്ലാതിരിക്കുന്നെങ്കിൽ അവർക്ക് ജോലി ലഭിക്കും. അവർക്ക് അതിലൂടെ ഉയർച്ച ഉണ്ടാവും. എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും കുഞ്ഞിൻ്റെ സമയം കൊണ്ട് അതെല്ലാം ശമിച്ച് മുന്നോട്ട് പോകാൻ ഇടവരുന്ന ഒരു ജാതകത്തിലാണ് കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. നല്ല ജാതകമാണ്. അതിൻ്റെതായ ഫലം മാതാപിതാക്കൾക്കും കുഞ്ഞിനും ലഭ്യമാവും. ശരിയാണ്. വിളിച്ചതിൽ നന്ദി. ഇനി കത്തുകളിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ കത്ത് എഴുതിയിരിക്കുന്നത് കൊല്ലത്തു നിന്നും ഗൗരിയാണ്. സഹോദരന് വേണ്ടിയാണ് കത്ത് എഴുതിയിരിക്കുന്നത്. സഹോദരൻ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ്. അപ്പോൾ അവരുടെ ജാതകങ്ങൾ നോക്കിയപ്പോൾ അത് 2 വിവാഹത്തിന് യോഗമുള്ളതായി കാണുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ശരിയാണോ? എന്തെങ്കിലും പരിഹാരമുണ്ടോ? എന്തെങ്കിലും ഇവർ തമ്മിൽ വിവാഹം ചെയ്യുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെയാണ് അറിയേണ്ടത്. ഈ ജാതകങ്ങൾ പരിശോധിച്ചതിൽ സഹോദരൻ്റെ ജാതകപ്രകാരം 24 വയസ്സ് കഴിഞ്ഞു. കുട്ടിയുടെ ജാതകപ്രകാരം 22 വയസ്സും കഴിഞ്ഞു.
ഉത്തരം നക്ഷത്രത്തിലാണ് ജാതകൻ്റെ ജനനം. പെൺകുട്ടിയാവട്ടെ ചതയ നക്ഷത്രത്തിലുമാണ് ജനനം. ഈ ജാതകങ്ങൾ തമ്മിൽ 2 കല്യാണ യോഗം എന്നതിനേക്കാൾ ഉപരി ജാതകത്തിൽ കുറച്ച് ഏറെ സൂക്ഷിച്ച് കൊണ്ടുപോവേണ്ട ജാതകം തന്നെയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ദോഷഭാവം എന്ന് പറഞ്ഞാൽ പുരുഷ ജാതകത്തിൽ ശുക്രൻ്റെ കൂടെ ശനി നിൽക്കുകയാണ്. മാത്രമല്ല ആ ശുക്രനെ വ്യാഴൻ്റെ ദൃഷ്ടിയുണ്ട്. അത് സന്യാസ യോഗ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അത് പലപ്പോഴും കുടുംബജീവിതത്തെ സാരമായി ബാധിക്കാൻ ഇടവരികയും അപ്പോൾ ഭാര്യയുമായി ശുക്രൻ്റെ കൂടെ ശനി നിൽക്കുന്നത് ഭാര്യയുമായി ഐക്യത്തിൽ പോകാതെ വരികയും ഇപ്പോഴത്തെ പ്രണയബന്ധം അത്ര കണ്ട് പിന്നീട് ബുദ്ധിമുട്ടായി വരികയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറും. ഈ പെൺകുട്ടിയുടെ ജാതകപ്രകാരമാവട്ടെ ശുക്രൻ്റെ കൂടെ ബുധനും വ്യാഴവും നിൽക്കുകയാണ്. അതും സന്യാസയോഗപ്രദമായ അവസ്ഥയാണ്. ഇത് സന്യാസയോഗം വരിക എന്ന് പറഞ്ഞാൽ 2 പേരും കൂടി വയസ്സുകാലത്ത് കാവ്യൊക്കെ കൊടുത്ത് സന്യസിക്കാൻ പോകും എന്നൊന്നുമല്ല എൻ്റെ അർത്ഥം. ഫാമിലി ലൈഫ് സക്സസ് ആയി പോകാതെ കാണുന്ന, അല്ലെങ്കിൽ ഫാമിലി സൗഖ്യം അല്ലെങ്കിൽ ദാമ്പത്യ സൗഖ്യത്തെ കുറയ്ക്കുന്ന ഒരു യോഗമാണ് സന്യാസയോഗം. അപ്പോൾ അവർക്ക് ദാമ്പത്യ സൗഖ്യം കുറയും. അപ്പോൾ സമയത്തിന് കല്യാണം നടക്കാതിരിക്കും. കല്യാണം നടക്കുക അല്ലെങ്കിൽ തന്നെ വല്ല ഇഷ്ടബന്ധം ഉണ്ടെങ്കിൽ അത് പൊളിഞ്ഞു പോകും. അതുപോലെ ഉള്ള പ്രശ്നങ്ങളെ ഇങ്ങനെ നേരിട്ട് കൊണ്ടുപോകുന്ന ഒരു യോഗമാണ് സന്യാസയോഗം. അത് ഈ പെൺകുട്ടിയുടെ ജാതകത്തിലും ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ 2 ജാതകത്തിലും ഇത്തരം ദോഷങ്ങളുള്ളതിൻ്റെ പേരിൽ കഴിയുമെങ്കിൽ ഈ ജാതകങ്ങൾ തമ്മിൽ ചേർക്കാതിരിക്കുന്നത് തന്നെയാണ് ഉത്തമം. അത് ജാതകങ്ങൾ 2 ജാതകങ്ങളിലും സൂക്ഷിക്കേണ്ട ഒന്ന്, വളരെ സൂക്ഷിച്ചായിരിക്കണം വിവാഹബന്ധത്തിൽ ഏർപ്പെടണം. ഇതുപോലെ നമ്മുടെ ജാതകത്തിലുള്ള ഒരു ദോഷത്തെ പരിഹരിക്കപ്പെടുന്ന മറ്റൊരു ജാതകമായിരിക്കണം നിങ്ങൾക്ക് വിവാഹ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ചേർക്കേണ്ടത്. മറ്റേ ഈ ജാതകത്തിൽ ഇങ്ങനത്തെ കുറച്ച് ദോഷഭാവങ്ങളുണ്ടെന്നുള്ളത് ഒഴിച്ച് ആയുസ്സിന് ദോഷമോ അല്ലെങ്കിൽ മറ്റു ദോഷങ്ങളോ ഇല്ല. കാരണം സമസപ്തമ യോഗ പൊരുത്തമുണ്ട് ജാതകത്തിൽ. സമസപ്തമ യോഗ പൊരുത്തം എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്ര പ്രകാരം പുരുഷൻ്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ 7ാം കുറിൽ പുരുഷൻ വന്നാൽ സമസപ്തമ യോഗ പൊരുത്തം വരും. സമസപ്തമ യോഗ പൊരുത്തം ഉള്ളവർക്ക് അവർ വളരെ പോകുന്ന കാലം അത്രയും വളരെ ഐക്യത്തിൽ ജീവിക്കുമെന്നാണ്. വളരെ ഐക്യത്തിൽ. അതുകൊണ്ടാണ് അവർ ഇഷ്ടപ്പെടാൻ കാരണമായി ഭവിച്ചതും. നേരത്തെ തന്നെ ആ മുൻജന്മ ബന്ധം പോലെ സമസപ്തമ യോഗ പൊരുത്തമുള്ളതുകൊണ്ടാണ് ചില ആളുകൾ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. അത് ചില സുഹൃത്തുക്കളാവിട്ട് പെട്ടെന്ന് നമുക്ക് ഇരിക്കും. എത്രയും കാലം കൊണ്ട് കാണുന്ന ചില സുഹൃത്തുക്കളെ പോലും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കാണുന്ന ആളുമായിട്ട് പെട്ടെന്ന് ഇടപഴകും. അപ്പോൾ ഇതൊക്കെ സ്ത്രീ ആയാലും പുരുഷനായാലും ഒക്കെ വരുന്നത് എന്താണ്? ആ ആൾക്കാരുമായിട്ടുള്ള അല്ലെങ്കിൽ ആ നക്ഷത്രമായിട്ടുള്ള ഒരു ആകർഷണം ആ വ്യക്തിയിലേക്ക് വരും. അങ്ങനെ വരുമ്പോഴാണ് അവരെ പെട്ടെന്ന് അവർക്ക് ഇഷ്ടപ്പെടുകയും അവരുടെ ഏതെങ്കിലും സംസാരമാവട്ടെ പെരുമാറ്റമാവട്ടെ ഇതൊക്കെ അവരിൽ ആകർഷകരാവുകയും അതിലവർ ഇഷ്ടം തോന്നുകയും ചെയ്യാനിട വരുന്നത്. അപ്പോൾ ഈ ജാതകങ്ങൾ തമ്മിൽ ചേർക്കുന്നതുകൊണ്ട് കല്യാണാദി കാര്യങ്ങളിൽ കുടുംബജീവിതത്തിൽ വളരെ ദാമ്പത്യ ജീവിതം വളരെ ഭംഗിയായി പോകത്തില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുന്നത് നല്ലത്. ബൈ ചാൻസ് നടന്നാൽ നിങ്ങൾ കുറേ പ്രതിവിധികൾ ചെയ്ത് കൊണ്ടുപോവേണ്ട ജാതകം തന്നെയാണ്. അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് ആരാണെന്ന് ഓർത്തിട്ടില്ലേ. കത്തിൽ ഭർത്താവിൻ്റെ കാര്യം പ്രധാനമായി അറിയേണ്ടത്. ഇവർ കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ആസ്മയുടെ ഒരു പ്രശ്നം തുടങ്ങി ഭാര്യയ്ക്ക്. അപ്പോൾ ഒന്നും ഇവർ കാര്യമായിട്ട് എടുത്തില്ല. ഭാവിയിൽ അവർ ജാതകം നോക്കിയപ്പോൾ നാളുകൾ തമ്മിൽ ചേരില്ല എന്നറിഞ്ഞു. അപ്പോൾ ചേരാത്ത നാൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ ദുരിതമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ 19 വയസ്സൊരു ഉള്ള കുട്ടിയുണ്ട്. പക്ഷേ ആ കുട്ടിയുടെ ജനനത്തിന് ശേഷം 3 അബോർഷൻ അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പം ഇനി നാള് ചേരാത്ത കല്യാണം കഴിച്ചതിന് എന്തൊക്കെ പരിഹാരങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ജാതകത്തിൽ അമ്മ മകൾക്ക് വേണ്ടി എഴുതി എങ്കിലും ഏറ്റവും വിചിത്രമായി തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 20 വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് എന്ത് പരിഹാരം ചെയ്യാമെന്ന് നോക്കുന്നത്. കാരണം ഇപ്പം കുഞ്ഞിന് തന്നെ 19 വയസ്സുമായി. ഇപ്പോൾ ജാതകപ്രകാരം ഈ 2 ജാതകങ്ങൾ തമ്മിലും ശരിക്ക് പൊരുത്തക്കുറവുള്ള ജാതകം തന്നെയാണ്. ഈ പൊരുത്തക്കുറവ് ഈ ജാതകത്തെ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തെ അത് സാരമായി ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പലപ്പോഴും ജാതകങ്ങളിൽ പറയും പോലെ നമ്മളിപ്പോൾ ഒരു പൊരുത്തത്തിൻ്റെ കാര്യം തൊട്ട് മുമ്പ് നോക്കിയതേ ഉള്ളൂ.
പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതും ജാതക പൊരുത്തക്കുറവ് ഈ ജാതകങ്ങളിലുണ്ട്. അതെന്ത് ചെയ്തു? അവരെ ജീവിതത്തിന് അർത്ഥമില്ലാതെയാക്കി. ഇപ്പോൾ 20 വർഷക്കാലമായി ജീവിതം ആരംഭിച്ചിട്ടും ആ ജീവിത സുഖം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ജാതകങ്ങളിലുള്ള പൊരുത്തക്കുറവ് തന്നെയാണ്. അപ്പോൾ പൊരുത്തം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 വർഷക്കാലം ജീവിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നു, ഇതൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു സന്തോഷപ്രദമായ ജീവിതത്തെ പ്രദാനം ചെയ്ത് തരാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുരുഷ ജാതകത്തിലാവട്ടെ ശുക്രൻ്റെ കൂടെ കേവ് നിൽക്കുന്ന ജാതകമാണ്. സ്ത്രീ ജാതകത്തിലാവട്ടെ അവരുടെ ലഗ്നത്തിൽ സർപ്പൻ ശക്തമായി നിൽക്കുന്ന ജാതകമാണ്. സർപ്പദോഷം കൊണ്ടാണ് ഈ ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം ഉണ്ടായത്. പ്രധാനമായിട്ട് ആസ്മ രോഗം അതുപോലെ ഉള്ള അസുഖങ്ങൾ നാഗദോഷത്താൽ വരുന്നതാണ്. ഈ സ്ത്രീയുടെ ജാതകത്തിലാവട്ടെ മകളുടെ ജാതകത്തിൽ ശരിക്ക് സന്യാസയോഗമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പത്രസൗഖ്യത്തെ കുറച്ചത്. അതിന് അനുകൂലമായിട്ടുള്ളൊരു ജാതകം ഒരു ജ്യോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരം നടത്തി വച്ചിരുന്നെങ്കിൽ ഇവർക്കിപ്പോൾ ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറയണത് ഇപ്പം വയസ്സ് ഇത്രയൊക്കെ ആയി, ഇപ്പോൾ ജാതകപ്രകാരം നമുക്ക് ശ്രദ്ധിച്ച് കൊണ്ടുപോവേണ്ടത് ഇനി ശേഷം ഇവർക്ക് ആയുസ്സിന് ദോഷമോ മറ്റ് വിപത്തുകളോ വരാതിരിക്കാനായിട്ട് രണ്ടുപേരുടെയും ജാതകങ്ങൾ പ്രകാരം ഇപ്പോൾ പൂയ നക്ഷത്രത്തിലാണ് പുരുഷൻ്റെ ജനനം. ഇപ്പോൾ സ്ത്രീ ആവട്ടെ ഇപ്പോൾ രാഹു ദശയിൽ ആണ് ജനനം സംഭവിച്ചത്. അവരുടെ ജാതകം ചോതി നക്ഷത്രമാണ്. അപ്പോൾ ഈ രണ്ട് ജാതകങ്ങൾ തമ്മിൽ തന്നെ പൊരുത്തത്തിന് ആക്ഷേപമുള്ളതിലുപരി ഇപ്പോൾ നമുക്ക് രണ്ട് പേരെയും ഒന്നിപ്പിച്ച് ഐക്യത്തിൽ പോകാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിൽ തന്നെ മകളുടെ കൂടെ പറഞ്ഞ് മകൾ വസിക്കുന്ന വീട്ടിൽ ശരിക്കൊരു ഉമാമഹേശ്വര യന്ത്രം, ദേഹരക്ഷയായിട്ടല്ല, ഒരു യന്ത്രം ഒരു വീട്ടിൽ തന്നെ സ്ഥാപിച്ച് അമ്മയുടെയും അച്ഛൻ്റെയും സന്താനത്തിൻ്റെയും 4 പേരും വച്ച് സ്ഥാപിച്ച് അതിൻ്റെ മുമ്പേ പഞ്ചാക്ഷരി മന്ത്രം ഓം ഹ്രീം നമഃശിവായ 108 പ്രാവശ്യം ജപിച്ച് ഒരു കർപ്പൂരാരാധന നടത്തി നിരന്തരം കൊണ്ടുപോവുകയാണെങ്കിൽ വീട്ടിനകത്ത് ഈ ഐക്യക്കുറവ് കുറേശ്ശെ മാറും. ഒരു ഐക്യം വന്നു ചേരുന്നതിനൊപ്പം തന്നെ സന്തോഷവും സമാധാനവും വന്നു ചേരും, ശരീര സൗഖ്യം കിട്ടും. ഇനി ശേഷം ജീവിതം നമുക്ക് വളരെ സൗഖ്യപ്രദമായി ജീവിക്കാനുണ്ട്. വരും ദേഹരക്ഷയ്ക്ക് കിട്ടിയാൽ പോരാ. കാരണം ഞാൻ പറഞ്ഞു ദേഹരക്ഷയ്ക്ക് ഒരു നിശ്ചിത പീരീഡേ ഉള്ളൂ. ഇത് നമുക്ക് ജീവിതകാലം മുഴുവനും നിൽക്കുന്നതാണ് ഈ ജാതകത്തിൽ വന്ന പൊരുത്തമില്ലായ്മ. അതിന് നമുക്ക് പരിഹാരമായിട്ട് ഒരു ദേഹരക്ഷ കൊണ്ട് പരിഹരിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ യന്ത്രം വച്ച് വസിക്കുന്ന സ്ഥലത്ത് ഐക്യം ഉണ്ടാവാനും സമാധാനം ഉണ്ടാവാനുമായിട്ട് ശിവനി ശക്തി ഒന്നിപ്പിക്കാൻ വേണ്ടി ദേവന്മാരാൽ കണ്ടുപിടിച്ചതാണ് ശിവപാർവതി യന്ത്രം. അത് തന്നെ വച്ച് ഇവരുടെ 4 പേരും വച്ച് ആരാധിച്ച് പോരുകയാണെങ്കിൽ ഈ ദോഷത്തിന് ശമനം വരും. അത് നിങ്ങൾക്ക് കുറച്ച് ഇനി ശേഷം സന്തോഷത്തിന് ഇടവരുത്തുകയും ചെയ്യും. അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് എറണാകുളത്ത് നിന്നും ഷീജയാണ്. മകൻ്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് കത്ത് എഴുതിയിരിക്കുന്നത്. മകൻ്റെ ജനന തീയതി 17-ാം തീയതി രാത്രി 12 മണി കഴിഞ്ഞ് 1 മിനിറ്റിലാണ് ജനനം. അപ്പം 17-ാം തീയതിയാണോ 18-ാം തീയതിയാണോ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പഠനവും ജോലിയും ഏത് മേഖലയിലാണ് ശോഭിക്കുന്നത്, ഇതൊക്കെ കുറിച്ച് അറിയാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ജാതകത്തെ നമുക്ക് നോക്കുമ്പോൾ ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 17-ാം തീയതിയാണോ 18-ാം തീയതിയാണോ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ജാതകം ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവാം, ആ ജാതകത്തിൽ 17-ാം തീയതി തന്നെ എഴുതത്തുള്ളൂ. കാരണം ജ്യോതിഷ ശാസ്ത്രപ്രകാരം സൂര്യൻ ഉദിച്ച് പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നവരെയാണ് ഒരു ദിവസം. ഉദയം തൊട്ടാണ് 60 നാഴിക ഒരു ദിവസം. പക്ഷേ നമ്മൾ റിക്കാർഡിക്കലായിട്ട് പോകുമ്പോൾ രാത്രി 12 മണി കഴിയുമ്പോൾ അടുത്ത ദിവസത്തിലേക്ക് മാറും. അപ്പോൾ ഇപ്പോൾ 12 മണി കഴിഞ്ഞ സ്ഥിതിക്ക് ഈ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് 18-ാം തീയതിയാണ്. നമുക്ക് ലീഗലായിട്ട് നോക്കുമ്പോൾ 18-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ജാതകം ഗണിക്കുമ്പോൾ ഞങ്ങൾ അസ്ട്രോളജിക്കലായിട്ട് നോക്കുമ്പോൾ ഈ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് 17-ാം തീയതി ആയിരിക്കും. അപ്പോൾ ജാതകത്തിൽ ചിലപ്പോൾ 17-ാം തീയതി എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചോദിക്കാനിട വന്നത്. പക്ഷേ ജാതകപ്രകാരം ഇവിടെ നല്ല ജാതകത്തെ പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം 19 വയസ്സ് 4 മാസം വരെ, ഇപ്പോൾ 15 വയസ്സ് 3 മാസമായതേ ഉള്ളൂ. 19 വയസ്സ് 4 മാസം വരെ കുഞ്ഞിന് ചൊവ്വ ദശാകാലമാണ്. ചൊവ്വ 2-ാം ഭാവത്തിലേക്ക് നിൽക്കുന്ന ചൊവ്വ 2-ാം ഭാവാധിപനായ ഗ്രഹം ശുക്രനാണ്. ആ ശുക്രൻ ശനിക്ഷേത്രസ്ഥനായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഈ കുഞ്ഞിൻ്റെ ജാതകപ്രകാരം വിദ്യാസംബന്ധമായിട്ട് ടെക്നിക്കലായിട്ട് പഠിപ്പിക്കുന്നതാണ് ഉത്തമം. പ്രധാനമായിട്ട് എൻജിനീയറിംഗ് മേഖലയിൽ ഏതെങ്കിലും ഒരു ട്രേഡ് അവനും കൂടി ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് തിരിച്ചുവിടുന്നത് വളരെ ഉത്തമമായിരിക്കും.
അതേപോലെ തന്നെ അതിലൂടെ ശോഭിച്ചു പോവുകയും മെച്ചപ്പെട്ട ജോലിക്കിടവരികയും ചെയ്യും. കാരണം 7ാം ഭാവത്തിലേക്ക് വ്യാഴം നിന്നുകൊണ്ട് സ്വക്ഷേത്രബലവാനായ വ്യാഴം ലഗ്നരാശിയെ ദൃഷ്ടി ചെയ്തതാണ്. ലക്ഷം ദോഷം ഗുരുഹന്തി. വ്യാഴൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നതിൻ്റെ പേരിൽ അവന് വിദ്യാഭ്യാസം, അതുപോലെ ജോലി, ഐശ്വര്യപ്രദമായ അവസ്ഥ, ദീർഘായുസ് ഇവയെല്ലാം പ്രദാനം ചെയ്യുന്ന ജാതകം തന്നെയാണ്. ഇപ്പോൾ കുറച്ച് അലസതയും മന്ദതയും സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഇത് താൽക്കാലിക ഫലമാണ്. അപ്പോൾ ഇതിനായിട്ട് ചൊവ്വ പ്രീതി വരുത്താനായിട്ട് ശരിക്കും ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കുങ്കുമ അർച്ചന നടത്തുക. അതുപോലെ മുരുക ക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകമോ പാൽപ്പായസത്തിന് ഒക്കെ നടത്തുക. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ദോഷഭാവങ്ങൾ പെട്ടെന്ന് മാറുകയും ഐശ്വര്യബലത്തെ പ്രദാനം ചെയ്ത് തരികയും ചെയ്യും. അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സാറിനെ നേരിട്ട് കാണണം എന്നുള്ളവരും അതുപോലെ യന്ത്രങ്ങളും സ്റ്റോൺസും മറ്റും ധരിക്കണമെന്നുള്ളവരും ഈ അഡ്രസ്സുമായി ബന്ധപ്പെടുക. അഡ്രസ് അസ്ട്രോളജർ ഡോക്ടർ ജയനാരായൺ ജി, ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്യൂച്ചറോളജി, കാരുണ്യം, ഹൗസ് നമ്പർ 114, TC 15/1578, MBAPN റോഡ്, വഴുതക്കാട്, ട്രിവാൻഡ്രം. ഫോൺ 047123385777, മൊബൈൽ 9447416600, 9847064540. അതുപോലെ അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് നിങ്ങളുടെ സംശയങ്ങൾ കത്തിലൂടെ ചോദിക്കാവുന്നതാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, അഭിജിത്ത് മുഹൂർത്തം, ACV സ്റ്റുഡിയോ കോംപ്ലക്സ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം 1. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.